നമസ്കാരം, വിനീത നമസ്കാരം. നിലമ്പൂരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യകക്ഷികളുടെ ഇഷ്ട സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന ആ കൺവെൻഷന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ സഭയിലെ പ്രിയങ്കരരായ എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട നിലമ്പൂരുകാരെ, സമ്മതിദായകരെ, അതിനായി വിളിച്ചു കൂട്ടിയിട്ടുള്ള NDA സഖ്യകക്ഷികളുടെ PDJS, NKC, ശിവസേന, സോഷ്യലിസ്റ്റ് ജനതാദൾ, കാമരാജ് കോൺഗ്രസ്, LJP, NPP, അങ്ങനെ ഒരു വലിയ 5 വിരലിലല്ല 10 വിരലിലല്ല ശക്തി, എണ്ണിയെടുത്തോ ശക്തി പകരുന്ന വിരലുകൾ, അത് ചുരുട്ടിപ്പിടിക്കുന്ന മുഷ്ടിയുടെ ശക്തി നിങ്ങൾ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. 11 വർഷം മുമ്പ് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആ ശക്തിയുടെ ഫലം തുടരും എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അത് അയോഗ്യന്മാർ ആ വാക്കെടുത്ത് ഉപയോഗിച്ച് അതിൻ്റെ അന്തസ് ചോർന്നു പോയിരിക്കുന്നു, കാലഹരണപ്പെട്ടിരിക്കുന്നു. ആ 11 വർഷം മുമ്പ് തുടങ്ങി വെച്ച് നന്മയുടെ ഭരണം അത് കേരളത്തിലേക്ക് പടരും. മോഹൻ ജോർജിന് ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചിന്തിച്ചാൽ തൃശ്ശൂർ സംഭവിച്ചത് അത് തന്നെയാണ്. തൃശ്ശൂരിലെ വിജയം എൻ്റെ വിജയമല്ല, എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ വിജയവുമല്ല. അത് അവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. ആ ജനങ്ങളെ ഈ വിജയം സമ്മാനിക്കുന്നതിന് പ്രേരിപ്പിച്ചതും പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ നയിച്ചതുമായ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു വലിയ ജനസഞ്ചയമുണ്ട്. ആ ജനസഞ്ചയത്തിന്റെ വിജയമാണ്. പക്ഷെ അതെന്താണ് സൂചിപ്പിക്കുന്നത്? വ്യക്തി എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ്. ഞാൻ ഓർക്കുന്നത് ശ്രീ വാജ്പേയിജിയുടെ വാക്കുകളാണ്. എനിക്ക് തോന്നുന്നത് ശേഖർ ഗുപ്തയാണെന്ന് തോന്നുന്നു, അല്ലേ? അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചതിന് പ്രതിപക്ഷം അങ്ങയെക്കുറിച്ച് പറയുന്നത് അങ്ങ് നല്ല വ്യക്തിയാണ്, പക്ഷെ തെറ്റായ പാർട്ടിയിലാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ച് മറുപടി വളരെ ചിരിച്ച്, കവി ഹൃദയമാണ് അപ്പോൾ പുറത്ത് ചാടിയത്. നല്ല തേനൂറുന്ന രുചി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാമ്പഴം നിങ്ങൾ രുചിച്ചിട്ട് ഈ മാമ്പഴം നന്നായിരിക്കുന്നു, പക്ഷെ അത് പേറുന്ന മരം അത്ര നല്ലതല്ല എന്ന് പറയുന്നതിന് എങ്ങനെ നമ്മൾ പുച്ഛിച്ച് തള്ളും? അതുപോലെ തള്ളുവാനേ സാധിക്കും. പടരണമെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ആദ്യം ഉപയോഗിച്ച വാക്ക് പടരും എന്നതാണെങ്കിൽ, ആ പടർത്തുന്നതിനുള്ള ഒരു സംഘശക്തി അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ 11 വർഷം മുമ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ ആ നന്മ കേരളത്തിലേക്കും പടരണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിച്ചത് നേമത്താണ്. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നേമത്ത് പക്ഷേ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് വളരെ മ്ലേച്ഛമായ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൾ ഉപയോഗിച്ച് അതിന് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ പൂട്ടിച്ചതിന് ജനാധിപത്യത്തിന്റെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെ ആയാലും മറ്റേത് അധമ മാർഗത്തിലൂടെ ആയാലും അങ്ങനെ ഒരു അവിഹിത സഖ്യം ചേരൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് പിച്ചി ചീന്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും.
പക്ഷെ അതിന് കൊടുത്ത കുറുക്കിനടിയാണ് 7 മണ്ഡലങ്ങൾ അടങ്ങുന്ന അതിൽ 6 മണ്ഡലങ്ങളിൽ വമ്പിച്ച മുന്നേറ്റം. ഈ പറയുന്ന ഇടതിന്റെയും വലതിന്റെയും ഒക്കെ അന്തസ് ചോർത്തിക്കളയുന്ന, ഇല്ലായ്മ ചെയ്ത് കളയുന്ന, കത്തിച്ചു കളയുന്ന 7-ൽ 6 മണ്ഡലത്തിലും ഏതാണ്ട് 5000-ന് മേലെ, ഞാൻ എണ്ണം കൃത്യമായി പറയുന്നില്ല, 75,086 വോട്ട് അല്ലേ? അതിലേക്ക് എത്തണമെങ്കിൽ 800 ചില്ലുവാന വോട്ട്, അതിലേക്ക് എത്തണമെങ്കിൽ ഈ 7 മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടി എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഗുരുവായൂർ മാത്രമാണ് നമുക്ക് ചെറിയൊരു ശോഷണമുണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല, രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികളും. എനിക്ക് CPM-ന്റെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് എന്ത് ചങ്കൂറ്റം എത്ര ചങ്ക് വെച്ച് ഒരു മറുപടി ഇതിന് നേതാക്കന്മാർ പറയും? ഇരട്ട ചങ്കും അല്ലെ, മുച്ചങ്കും ഒന്നും പോരാ, തികയില്ല. കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകൾ എനിക്ക് വോട്ട് ചെയ്തില്ല, കുഞ്ഞുങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ തള്ളി പറയില്ല. കിട്ടിയെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തികളിൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഞാൻ തള്ളി പറയുകയല്ല. പക്ഷെ അങ്ങനെ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വളരുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചെന്ന് ചേരുന്ന വ്യക്തികൾ, അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻ ജോർജ്. ആ മോഹൻ ജോർജിന്റെ പ്രസക്തി നിലമ്പൂരിൽ ഇനി തഴച്ചു വളരാൻ പോകുന്നതിന്റെ പശ്ചാത്തലവും ഇത് തന്നെയാണ്. ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും മാത്രമല്ല, അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തെ നയിക്കുന്ന ചടുലമായ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ ആത്മാർത്ഥമായ വളരെ പ്രണയത്തോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമർപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ഇനി രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്.